ഉമാഭവൻ മുക്കുന്നൂർ. മഴ പെട്ടെന്ന് മാറിയങ്ങനെ റോഡ് എത്ര പെട്ടെന്ന് ഡ്രൈ ആവണം അല്ലേ? നാട്ടിലെ പേര് മഴ പെയ്ത സ്ഥലമാണ്. അരമണിക്കൂർ കഴിയുമ്പോൾ റോഡ് ഡ്രൈ ആയിട്ട്. കഴിയണങ്ങനെ വലിയ കട്ടക്കൽ കട്ടക്കല്ലോ മംഗലപുരത്ത് അവർ എഴുതി വെച്ചാൽ മംഗലാപുരം മംഗലപുരം ഇല്ലേ? മംഗലപുരം അതിന് പോത്തം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. മംഗലാപുരം എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ആരോപിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തോരാണെങ്കിൽ നേരെ അങ്ങോട്ട് തിരിച്ചു പോകും. വരാതെ അവിടെ ഇരുന്നെങ്കിലോ? ഞാൻ ഇരിക്കായിരുന്നു അവിടെ. തുളസീദാസ് ഡയറക്ടർ. തുളസീദാസിന്റെ വീടാണെന്ന് പണ്ട് തിരുവനന്തപുരത്ത് കണ്ടിരുന്നു അല്ലേ? സുരായ തുളസിദാസിന്റെ പുറകെ നടന്നു. ഇപ്പൊ തുളസിദാസ് സുരായന്റെ പുറകെ പടത്തിൽ പോയിട്ട് പറയാ കണ്ണനെ ഷവർ അവന്റെ ഫോട്ടോ
5 മിനിറ്റിൻ്റെ വ്യത്യാസമായിരുന്നുള്ളൂ. ഇഷ്ടംപോലെ കടകളായില്ലേ. സോപ്പ് മാത്രമുള്ള കടയാണ്. നല്ല മണമായിരിക്കുമല്ലോ അവിടെ. അതെവിടെ വെച്ചേക്കുന്നത് നിങ്ങൾ? കോവിൽ പോയില്ലല്ലോ നമ്മൾ. തിരുമലൈ കോവിൽ അത്രയും ദൂരം നടക്കാൻ പറ്റില്ല. അവിടം വരെ പോകാൻ പറ്റും, പക്ഷേ അതന്നെ അമ്പലത്തിലേക്ക് നടക്കാൻ പറ്റില്ലല്ലോ. കാൽമുറ്റം അല്ലെങ്കിൽ പിന്നെ വീൽ ചെയർ കൊണ്ടുപോകണം. വർഷം പാലാക്കോലം നടന്ന റൂട്ടാണതല്ലേ? ഞാൻ TTC പോയപ്പോൾ 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും 2 വർഷം എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് വഴി. അവിടെ കണ്ണാലേക്ക് എത്തിയിട്ടുണ്ട്. വീടുകളിലേക്കൊന്നും മറിയില്ല. ആദ്യം പറയും കൂട്ടാൻ കണ്ണാലേക്ക് കൂട്ടാൻ അവിടെയൊക്കെ പറയാം. അതൊക്കെ ചാണാൻ കിട്ടുന്നുണ്ട്. തപസ്യ മറ്റേ കല്ലമ്പലം പോണ റൂട്ടിൽ. അതെ, അത് കഴിഞ്ഞ വർഷം പോയ മറ്റേ CBI കാണാൻ പോയില്ലേ, അമ്മയൊക്കെ വന്നില്ലേ ഈ കാലടിഞ്ഞിരുന്നപ്പം ആദ്യമായിട്ട്.
പോയാൽ ബൈക്കിൽ പോയതല്ല, ഭയങ്കര ക്ഷീണം. ആ ക്ഷീണം വെച്ചോണ്ട് ഞാൻ ഇത് മൊത്തം കറക്കി വച്ചിട്ട് ഞാൻ കാര്യം അനശ്വർ. സമയമാണ് ഇപ്പോൾ രണ്ടാമത് കീറിയപ്പോൾ ഒരുത്തനെ അടുക്കി പറക്കി വയ്ക്കാൻ പിടിച്ചത്. ഞാൻ അടുക്കി പറക്കി വെച്ചു. എവിടെയാണ് ഒരു പ്രാവശ്യം അമ്പളയാൻ്റെ പൂമ്പാറ പാലത്തിൻ്റെ അവിടെ അമ്പളയാൻ്റെ വന്നേ, ഒരു വീട്ടിൽ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു വീടുണ്ട്. അവിടെ പൈസ അടിക്കാനും കണ്ട വന്നതാണ്. അപ്പം അമ്പളയാന് കാറിലാണ് വന്നതെന്ന് കാണാൻ വേണ്ടി അപ്പം വണ്ടി അവിടെ വരെ പോകില്ലടേ. അതായത് ഒരു ഉടുത്ത് വഴി അവിടെ ചെന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ വയ്യ. ഇത്തിരി ദൂരം കൂടെ ഉള്ളു. ഒന്നും പോകത്തില്ല. എന്നിട്ട് നമ്മളെ നടന്നു പോയിട്ട് വന്നു. ഇവിടെ നടന്നു പോയി അങ്ങനത്തെ അമ്പളയാണ്. പക്ഷേ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ വണ്ടി അതുകൊണ്ട് ആ ബൈക്ക് ഇങ്ങനെ പോകണം. ആ ബൈക്കാണ് ഓടി. ആരാണ്? അതാ സമയത്തിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് സമയം. അല്ലെ തൊട്ട് മുമ്പിൽ വേറെ ബസ് പോയിട്ടുണ്ടെങ്കിൽ ആള് കിട്ടും. മഴ പെയ്തെന്ന് തോന്നുന്നില്ല ഇവിടെ കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അടുത്ത് മഴ പെയ്ത സ്ഥലമാണെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? നമ്മളൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്തായിരുന്നു ഗൗരി തിയേറ്ററിന്റെ ഒക്കെ പ്രതാപകാലം. ആ സമയത്തൊക്കെ നമ്മൾ എപ്പോഴും പോകും. ഫുള്ള് നിറച്ച് ക്യൂ ആണ് പിള്ളേരെ അവിടെ. കോളേജിലൊക്കെ പിള്ളേരെ ഗൗരി തിയേറ്ററില്ലേ എപ്പോഴും പോകും കാണാം നമ്മള്. ഓ 1921 റിലീസായിട്ട് സന്തോഷമാണ്. ഓട്ടോക്കാര്, ഡ്രൈവർമാര്, ബസ് ഡ്രൈവർമാര്, ഹോട്ടലിൽ ജോലിയുള്ളവര് എല്ലാവരും അങ്ങനെ. അവര് ജോലി കഴിയുമ്പോൾ എത്ര സമയമാവില്ലേ? അതൊക്കെ പോകും. നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാണ്. ഇതൊണ്ടയാണ് നേരെ പോകില്ലേ ഇവിടുന്ന്? കാറ്റും
പഠിച്ചെങ്കിലല്ലേ ഞാൻ പോകത്തുള്ളൂ. സമരം പഠിച്ചിട്ട് ചുമ്മാ ചെന്നങ്ങ് ലൈസൻസ് എഴുതി കൊടുക്കും. ഒട്ടങ്ങ് അടക്കം തോന്നി രമേശ് കുമാർ പറഞ്ഞതൊക്കെ ഉള്ള കാര്യമാണ്. നമുക്ക് ലൈസൻസ് കൊടുത്തിട്ട് റോഡിൻ്റെ നടുക്ക് തന്നെ ഉണ്ട്. ഇങ്ങോട്ടും പോലും റോഡിപ്പോൾ വലുതാക്കാൻ കാണിക്കും. എടുക്കാന്ന് പറഞ്ഞു വണ്ടി അങ്ങോട്ട് കൊടുക്കാൻ. പണ്ട് ടെസ്റ്റിന് പോക്കൊന്നുമില്ലല്ലോ. സ്കൂളിൽ നിന്ന് പോയിട്ട് അവർ തന്നെ എഴുതി ഇപ്പം സ്വന്തം ക്ലാസ്സിൽ കാറിലെ ടെസ്റ്റ് ചെല്ലാവും. ഇവിടെ ഉണ്ടല്ലോ രാജകുമാരി പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്കേവി ഹോട്ടലിൽ തുടങ്ങുന്ന വണ്ടികൾ ചോറുണ്ടായിരുന്നു. ചില ശബ്ദത്തിൻ്റെ ഏത് ഈ ഹോട്ടലോ? ഹോട്ടൽ തുളസി ഏത് തിയേറ്റർ? SR ഉണ്ട് അപ്പോഴും. SRൽ നമ്മൾ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. TTC മേടിച്ച സമയത്ത്. ഞാൻ ഇവിടെ ഉടക്കലേക്ക് വർക്കല ഇവിടെ വന്നിട്ടില്ല. വർക്കല SR ആയിരുന്നു. വർക്കല വാസു. വർക്കല വാസു അല്ലേ? ആറ്റെങ്കിൽ ആറെങ്കിൽ ആറ്റെങ്കിൽ ഹിന്ദി ആറ്റെങ്കിൽ രസമാണ്. വർക്കല വാസു. അത് കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ ടാക്സിയും മറ്റേതൊക്കെ വന്നത്. പിന്നെ ഉണ്ട് വേറെ ഒരെണ്ണം വർക്കല. കഴുക സീറ്റൊക്കെ വെച്ചിട്ടല്ലേ? നല്ല തിയേറ്റർ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരും അല്ലേ സിനിമയ്ക്ക്? നല്ല ഫെസിലിറ്റീസ് വെച്ച് നല്ല തിയേറ്റർ ആണെങ്കിൽ ആൾക്കാർ വരും. ഞാൻ LP ആശുപത്രിയിൽ പ്രതി വന്ന് ബാബു അവനല്ലേ അവർ നഴ്സിനെ അടിച്ചോണ്ട് പോയോ? അവൻ്റെ കൂടെ ആംബുലൻസ് കയറി ഞാൻ ചാത്തനൂർ പോയത് ഡോക്ടറിനെ കൂട്ടി. ആംബുലൻസ് ഇപ്പം അല്ല ഈ ബാലൻസ് ചെയ്യണം. ആംബുലൻസിന്റെ പുറകെ കയറി ഇരിക്കുന്നേ. അങ്ങോട്ട് പോകുമ്പോൾ ഫ്രണ്ട് ഇരിക്കും, തിരിച്ച് കാണുമ്പോൾ ഡോക്ടർ വരുവേ. അപ്പൊ പുറകെ ഇരിക്കുന്നേ. ഞാൻ അപ്പോൾ കൊച്ചൊക്കെ പിന്നെ 10ലൊക്കെ പഠിക്കുക. ഞാൻ 10ൽ പഠിക്കാൻ ഇത്തിരി ഒരു കൂട്ടുകാരനെ എന്താ പറയുക, എനിക്ക് ഡ്രൈവിംഗ് അറിയാതെ ഞാൻ വിളിച്ച് ലക്ഷ്മിക്കാരൻ ഉണ്ടാക്കി. അവൻ കാലത്തോട് പോയി അല്ല ഈ ടപ്പം ഗുണമുള്ള ഡോക്ടർമാരെ എവിടെ പോകണമെന്ന് ആലുവ അത്താണി വരെ പോകുന്നത് അല്ലേ? മാള വരെ അങ്ങനെ ഈ സ്വിഫ്റ്റ് എന്നൊന്നുണ്ട്. വൈറ്റില അല്ലേ? നമ്മൾ എറണാകുളത്ത്. ഞാൻ ഇപ്പൊ നേവിയിലായിരുന്നു. ഈ വണ്ടി കയറി പോയനല്ലേ ഇറങ്ങാൻ വേണ്ടി. അവിടെ നിന്ന് ഞാൻ എടുത്തുള്ള വേറെ ആള് ഇറങ്ങിയെന്ന് അടുത്ത് ഇവിടുന്ന് കാസർഗോഡ് പോയിട്ട് തിരിച്ചു വരണ മറ്റേ ഏഷ്യാനെറ്റ് കണ്ടുപിടിച്ച കണ്ടില്ലായിരുന്നു? ഇവിടുന്ന് കാസർഗോഡ് വരെ പോയിട്ട് ആ വണ്ടി തിരിച്ച് അയാൾ തിരിച്ച് തന്നെ ഡ്രൈവ് ചെയ്തു. അയാൾക്ക് ഒരു 2 ദിവസം ലീവ് കിട്ടാൻ വേണ്ടി അവരെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യണത്. ഇതാണ് അപകടമാണല്ലേ? ഒന്ന് ആലോചിക്കും. ഇവിടുന്ന് കാസർഗോഡ് വരെ ഓടിക്കണം. നമ്മൾ ഇവിടുന്ന് ഇച്ചിരി ദൂരം അങ്ങോട്ട് ഓടിക്കുമ്പോൾ തന്നെ നമ്മളിവിടുന്നേ മധുര വരെ പോകുമ്പോൾ തന്നെ അത്രയും ദൂരം. ഒന്ന് ആലോചിച്ച് നോക്കുക. കാസർഗോഡ് അങ്ങനെ ലത്തീഫിനെ കൊണ്ട് ഞാൻ പോയി അവിടെ ആക്കിയിട്ട് ഫാക്ടറി വെച്ച് നോക്കിയാണ് അവിടെ നിന്ന് 22 മിനിറ്റ് എടുത്തുള്ളൂ മുക്കുന്നു ഇവിടം വരെ എത്താൻ. ഇത്ര പതുക്കെ വന്നിട്ട് ആര് സിനിമ കണ്ടു. അങ്ങനെ വലിയ ഡോക്ടർമാരെ കൊണ്ടോ പറഞ്ഞു സ്കൂളിലെ കോളേജിലൊക്കെ പോയിട്ട് വരണായിരിക്കും അല്ലേ? കാർത്ത്